ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പാനീയമാണ്. ആ പാനീയത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി കാണാൻ. ആയുർവേദ പാനീയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി നമുക്ക് വേണ്ടത് ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം. നീല ശംഖുപുഷ്പം നിങ്ങൾ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ശിവരൂപിയായിട്ടുള്ള നീലകണ്ഠനായിട്ടുള്ള പുഷ്പം. ഇതിന്റെ കൂടെ നമ്മൾ ഇന്ന് ചേർക്കുന്നത് തുളസി. തുളസി ഒരു ദേവീ സങ്കല്പമാണ്. അപ്പൊ തുളസിയുടെ ഇലയും ശംഖുപുഷ്പവും ചേർത്ത് നമ്മൾ ഇന്നൊരു പാനീയം ഉണ്ടാക്കാൻ പോവാണ്. നമുക്കതിനെ വിളിക്കാം അംബ്രോസിയ, ദ ഡ്രിങ്ക് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പാനീയത്തിന്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു സ്ഫടിക ഗ്ലാസ് എടുത്തിരിക്കുകയാണ്. സ്ഫടിക ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം നമ്മൾ അതിന് ഇടുകയാണ്. നീല ശംഖുപുഷ്പം സ്ഫടിക ഗ്ലാസ്സിലേക്ക് ഇട്ടു. നീല ശംഖുപുഷ്പം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം എടുക്കണം. ചൂടുവെള്ളം ഇനി ഇതിലേക്ക് ഒരു 2-3 തുള്ളി ഹണി ഒഴിക്കുകയാണ്. അപ്പൊ ഹണി നമുക്ക് ഇതിന്റെ കളറ് മാറുന്നത് കാണാൻ പറ്റും. ഈ വെള്ളത്തിന്റെ കളറ് ഒരു ബ്ലൂയിഷ് കളറിലേക്ക് മാറും. വേണ്ട, ചെറിയ വാട്ടർ അല്ല, കളർലെസ് അല്ല, ഇപ്പൊ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ബ്ലൂയിഷ് കളർ, ആ ഒരു ഹീറ്റിന്റെ ഇഫക്റ്റ് കൊണ്ടിട്ട് ആ ശംഖുപുഷ്പത്തിൽ നിന്നുള്ള അതിന്റെ ആ ഒരു കളറൊക്കെ ഇപ്പൊ ഇങ്ങനെ വന്നു. ഇതിന്റെ രൂപം നമുക്ക് കാണാം. ദ ആന്റി ഏജിനിങ് ഡ്രിങ്ക് അംബ്രോസിയ. ആ ഡ്രിങ്ക് ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. ഹണിയും ചൂടുവെള്ളവും നീല ശംഖുപുഷ്പവും തുളസിയും ഇട്ട ആ ഡ്രിങ്ക് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രതിരോധത്തിന്റെ ഒരു ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പൊ അത് ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ആ കളറ് കണ്ട ഒരു ബ്ലൂയിഷ് കളറിലേക്ക് അത് വരുന്നുണ്ട്. ആ കളർലെസ് വാട്ടർ ഇങ്ങനെ ബ്ലൂയിഷ് കളറിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അംബ്രോസിയ ആയുർവേദ സൈഡിട്ടാണത്. അതുകൊണ്ടാ അതവര് കണ്ടില്ല. ആദ്യം നോട്ടെ മറത്തിൽ വീഡിയോ അടുക്കളയിലോട്ട് പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ ചായ വെക്കുന്നു.